Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the 3-mark session of statistics chapter and 2 on previous year questions. അപ്പോൾ previous year questions and 3-mark questions like നമ്മൾ കടക്കാണ്. Previous ക്ലാസ്സിൽ നമ്മൾ previous year questions and 2-mark sessions ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ബിക്കോസ് നമുക്ക് ആ തന്നിട്ടുള്ള ടാബുലർ കോളം കറക്റ്റായിട്ട് വരച്ച് എല്ലാ കോളംസും കറക്റ്റായിട്ട് എഴുതി കംപ്ലീറ്റ് അനാലിസിസ് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്കൊന്നും ലൂസ് ചെയ്യാനില്ല. ഇപ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി, പക്ഷെ ഒരു നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ ഫുൾ കംപ്ലീറ്റ് ആൻസേഴ്സ് തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യും വേണം. ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ പഠിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ടേബിളിൽ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ പോസിറ്റീവ് മാറ്റി നെഗറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റി എഴുതി കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് അനാലിസിസ് എന്താണ് ചെയ്യുന്നത്, തെറ്റിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാനും കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ കേട്ടോ. അപ്പം നന്നായി ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോളോയിങ് ഇസ് ദ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ലഞ്ച് ബൈ 30 എംപ്ലോയീസ് ഓഫ് എ കമ്പനി, ഫൈൻഡ് ദ മീൻ. അതായത് ഒരു 30 എംപ്ലോയീസിന്റെ ലഞ്ചിന്റെ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2022 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മളുടെ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അസ്യൂംഡ് മീൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടൊന്നുമില്ല ഏത് മെത്തേഡ് വേണം എന്നുള്ളത്. പക്ഷെ ഞാനൊരു പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പം ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അസ്യൂംഡ് മീൻ മെത്തേഡ് ചൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ഈ ഒരു ടാബുലർ കോളത്തിൽ ഇത്രയും പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും പാർട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. സോ എഫ് ഐയുടെ കോളം സിഗ്മ എഫ് ഐ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ ആഡ് ചെയ്ത് 30 ആണ് കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് ഐ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2, ദാറ്റ് ഈസ് 110 കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 20 ഡിഫറൻസ് ആണ് ഇവിടെ ക്ലാസ് സൈസ് വരുന്നത്. ആ 20 ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് എന്താണ്? എക്സ് ഐയുടെ കോളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കണം അല്ലെ, അസ്യൂംഡ് മീൻ മെത്തേഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അസ്യൂം ചെയ്യണം, ഒരു വാല്യൂ അസ്യൂം ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എക്സ് ഐയുടെ കോളത്തിൽ നിന്നാണ് അസ്യൂം ചെയ്യുന്നത്. എക്സ് ഐയുടെ കോളത്തിലെ ഏറ്റവും മിഡിൽ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ കറക്റ്റ് നമുക്ക് 150 മിഡിൽ വാല്യൂ കിട്ടുന്നുണ്ട്. അല്ല ഇനിയിപ്പോൾ കറക്റ്റ് മിഡിൽ വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 വാല്യൂസ് ചൂസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് 110, 130, 140, 150, 170, 190 അല്ലെ. അപ്പം ഇത് നിങ്ങൾക്ക് എക്സാക്റ്റ് മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ 2 വാല്യൂസും എന്താണ്, പോസിബിൾ ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കാൽക്കുലേഷൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിലിപ്പോൾ കറക്റ്റ് നമുക്ക് മിഡിൽ വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഓക്കെ. ഇനിയിപ്പോൾ കറക്റ്റ് മിഡിൽ വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ ഈ 2 വാല്യൂസിൽ ഏറ്റവും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്താണ് എ ആയിട്ട് എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു എൻസർക്കിൾ ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതേമാതിരി തന്നെ എ ഈക്വൽ ടു 150 എന്നുള്ളത് ഒന്ന് എഴുതിയും കൂടെ വെക്കുക. നെക്സ്റ്റ് ഡി ഐയുടെ കോളാണ്. ഡി ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ആണ്. ദാറ്റ് ഇസ് 110 മൈനസ് 150 മൈനസ് 140, 130 മൈനസ് 150 ഇറ്റ് ഇസ് -20, 150 മൈനസ് 150 ഇറ്റ് ഇസ് 0. ഇത് ഫില്ല് ചെയ്ത് പോവുക. എക്സ് ഐ മൈനസ് എ ആണ് ഡി ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നെക്സ്റ്റ് യു ഹാവ് ടു മൾട്ടിപ്ലൈ എഫ് ഐ ആൻഡ് ഡി ഐ. അതിലാണ് ഇനി തെറ്റിക്കാൻ പോകുന്നത്. നമ്മൾ എന്താണ് ചെയ്യുക, അടുത്ത 2 കിടക്കുന്ന കോളംസ് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യരുത്. എഫ് ഐ ഇവിടെയും ഡി ഐ ഇവിടെയുമാണ്. നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. സോ ഇത് ഓരോ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി വി ആർ കാൽക്കുലേറ്റിംഗ് ദ സിഗ്മ എഫ് ഐ ഡി ഐ. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫോർമുല എഴുതുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 150,
സിഗ്മ എഫ് ഐ ഡി ഐ എത്രയാണ്? -60. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെറുതെ ആഡ് ചെയ്യാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡിങ് പൊളാരിറ്റി എടുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി -320 -360 ഇറ്റ് ഇസ് -380 ആൻഡ് 120 + 200 ഇറ്റ് ഇസ് 320. ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വാല്യൂ ആണ് കിട്ടുക. ബട്ട് ഇവിടെ പോളാരിറ്റി നോക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. അപ്പോൾ പോളാരിറ്റിക്ക് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പോളാരിറ്റി എടുത്തില്ലെങ്കിൽ നമുക്ക് 60 എന്നല്ല കിട്ടുക, പകരം വേറൊരു ആൻസറാണ് കിട്ടുക. അതിലേക്ക് പോവരുത്, നമ്മളുടെ ആൻസർ തെറ്റിപ്പോവും. പോളാരിറ്റിയും കൂടെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? -60 ആണ് കിട്ടിയത്. ഡിവിഷൻ ഇറ്റ് ഇസ് 30. It is 150 - 2 or it is 148. അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പോളാരിറ്റി മസ്റ്റ് ആണ്, തെറ്റിക്കരുത്. പോളാരിറ്റി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So this is our next 3 mark question. ഇതൊരു മോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ദോ അതൊരു പ്രീവിയസ് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും മിസ്സിംഗ് ഫ്രീക്വൻസി മോഡിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിസ്സിംഗ് ഫ്രീക്വൻസി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് കുറച്ച് പുറകിൽ പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മളത് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പുറകിൽ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും CBSE അത് തന്നെ എടുത്തിട്ട് വീണ്ടും പുതിയതായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണെങ്കിൽ കുറച്ച് പിറകിലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ആ സമയത്തുള്ള കുറേ ടോപ്പിക്സ് നമുക്ക് ഡിലീറ്റഡ് ആണ്, ആ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ റെഫർ ചെയ്യണ്ട. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക്സ് കുറച്ച് പിറകിലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പറ്റാവുന്ന അത്രയും എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് നോക്കുക. സോ ഇതൊരു മിസ്സിംഗ് ഫ്രീക്വൻസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഫോർ ദ ഫോളോയിങ്. എഫ് കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ദ ഫോളോയിങ് ഡാറ്റ ഇഫ് ദ മോഡ് ഇസ് 39. മോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 39 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യലാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കലാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കറിയാം ഫ്രീക്വൻസിയിലെ ഏറ്റവും വലിയ വാല്യൂ, ആ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് മോഡൽ ക്ലാസ്. സോ ദിസ് ഈസ് അവർ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇനിയാണ് നമ്മൾ F1 എന്ന് പറയുന്നത്. തൊട്ട് പുറകിലുള്ള ഫ്രീക്വൻസി F0, തൊട്ട് കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സക്സീഡിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇറ്റ് ഇസ് F2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ വി ഹാവ് ഗോട്ട് ദ വാല്യൂസ് ആസ് മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 35 to 45. ഇതൊക്കെ ഇങ്ങനെ എഴുതണം കേട്ടോ. അതിനൊക്കെ പ്രത്യേകം മാർക്ക് ഉണ്ട്. അപ്പം എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. H എത്രയാണ്? ഇതിലെല്ലാം ക്ലാസ് സൈസ് 10 ആണ്. ആൻഡ് F1 ഇറ്റ് ഈസ് 7, F0 ഇറ്റ് ഈസ് F itself and F2 is equal to 4. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി ഹാവ് ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. So mod is equal to L plus F1 minus F0 division 2F1 minus F0 minus F2 into H. L എത്രയാണ്? It is 35 plus F1 minus F0 it is 7 minus F division 2 into 7 it is 14 minus F itself and F2 it is 4 into H it is 10. ഓക്കെ, മോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 39 ആണെന്നും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബ് ചെയ്യാണ്. നെക്സ്റ്റ് ആദ്യം നമ്മൾ ഈ 35നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ ഒരു അഡീഷൻ ആണ്. സോ ഇറ്റ് ഇസ് 39 minus 35 is equal to 7 minus F division 14 minus F minus 4. 14 minus 4 എത്രയാണ്? It is 10. 10 minus F into 10 വരും. 39 minus 35 it is 4 is equal to 7 minus F division 10 minus F into 10 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 into ഈ ഒരു 10 മൈനസ് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും? ഈ ഒരു ഡിവിഷൻ പാർട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ it is 70 minus 10F എന്ന് വരും. 40 minus 4F is equal to 70 minus 10F.
ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാൻ അറിയില്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. പക്ഷെ എഴുതുമ്പോൾ നമ്മൾക്ക് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. 40 minus 70, it is minus 30, and it is minus 10f plus 4f, it is minus 6f. നെഗറ്റീവ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ it is 30 by 6, it is equal to f, or f is equal to 5. അപ്പോൾ ആൻസർ എത്രയാണ്? 5 ആണ് നമ്മളുടെ എഫിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. നന്നായി സ്പീഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രാക്ടീസ് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ മാത്സ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം ഇത്രയും സമയം മാത്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും സ്പെൻഡ് ചെയ്യാം. ഇനി 2 ആഴ്ച കഴിയുമ്പോഴേക്കും 16th ഒക്കെ നമ്മളുടെ CBSE ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, ചിലവർക്ക് മാത്രമേ അത് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിൻ്റെ അടുത്ത ആഴ്ച എന്തായാലും എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് 3 മാർക്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതൊരു മീഡിയൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മീനും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, മോഡും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, മീഡിയനും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ 3 മാർക്കിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എത്ര ലെവൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് മിസ്സിംഗ് ഫ്രീക്വൻസി ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് പേപ്പർ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എളുപ്പമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ഇസ് 25 ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടാബുലർ കോളം. ഇവിടെ വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. CF പോർഷനൊക്കെ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളതാണ്. സോ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 and 6, 9, 10, 8, x. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് മീഡിയൻ ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? 6 ഫസ്റ്റ് ഫ്രീക്വൻസി ആ ഒരു വാല്യൂ അങ്ങനെ തന്നെ CFൻ്റെ അവിടേക്ക് എഴുതി വയ്ക്കാം. നെക്സ്റ്റ് യു ഹാവ് ടു ആഡ് ഇൻ 6 മാനേഴ്സ്, ദാറ്റ് is 6 plus 9, 15. 15 plus 9, it is 25. 25 plus 8, it is 33. And 33 plus x, അത് എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് മീഡിയൻ 25 തന്നിട്ടുണ്ട്. സോ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 25 കിടക്കുന്ന ക്ലാസ് ഇൻ്റർവൽ, ഇറ്റ് ഈസ് 20 to 30. സോ മീഡിയൻ ക്ലാസ് എന്താണ്? 20 to 30 ആണ്. അപ്പോൾ മീഡിയൻ തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആ മീഡിയൻ എവിടെയാണോ കിടക്കുന്നത് ആ ഒരു ക്ലാസ് ആയിരിക്കും നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. L എന്താണ്? 20 ആണ്. വിഡ്ത്ത് എത്രയാണ്? 10 ആണ് അല്ലേ? എല്ലാ വിഡ്ത്തും 10 തന്നെയാണ്. സോ h is equal to 10. n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ആണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഇസ് 33 plus x/2. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മുകളിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് എത്രയാണ്? 25ൻ്റെ തൊട്ട് മുകളിൽ, അതായത് 20 to 30 ആണ് മീഡിയൻ ക്ലാസ്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ വാല്യൂ അത് എത്രയാണ്? 15 ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ മാത്രം നിങ്ങൾ പ്രിസീഡിങ് ക്ലാസ് വേണം എടുത്തെഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ f is equal to 10. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്തെടുക്കാം. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു, നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളത് LHSൽ എഴുതണം കേട്ടോ. വെറുതെ ഈക്വൽ ടു എഴുതി പോകാൻ പാടില്ല. ഒരു പ്രാവശ്യം മീഡിയൻ ഈക്വൽ ടു എന്ന് എഴുതിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഈക്വൽ ടു എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മീഡിയൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം ഫോർമുല എഴുതാനായിട്ട്. വെറുതെ ഫോർമുല എഴുതി വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് അറിയില്ലല്ലോ ഏതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ എന്നുള്ളത്. സോ യു ഹാവ് ടു സ്പെസിഫൈ വെദർ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് മീൻ, മീഡിയൻ ഓർ മോഡ്. സോ ഇറ്റ് ഈസ് L plus n/2 minus CF division F into H.
പിന്നെ L എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിന് എഫ് ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ കോമൺ ആയിട്ട് ഫുള്ളായിട്ട് എഫ് ഒന്നും എടുത്ത് എഴുതരുത്, അപ്പോൾ തെറ്റിപ്പോവും. നമ്മൾ എന്താണ് ഫോർമുല എഴുതുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർമുല കറക്റ്റ് ആക്കണം എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ആക്കി തന്നെ എഴുതാം. L എന്താണ് ഇവിടെ? ഇറ്റ് ഈസ് 20 പ്ലസ് 33 പ്ലസ് എക്സ് ഡിവിഷൻ 2 മൈനസ് CF ഇറ്റ് ഈസ് 15 ഡിവിഷൻ എഫ് എത്രയാണ്? 10 ആണ്. ആൻഡ് H is 10. ഈ എഫും ഈ എച്ചും 10 ആയതുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. മീഡിയൻ ഓൾറെഡി 25 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ടേക്കിംഗ് ദിസ് 20 ഹിയർ. ഇറ്റ് ഈസ് 25 മൈനസ് 20 ഈസ് ഈക്വൽ ടു 33 പ്ലസ് എക്സ്. ഈ ഒരു 2 നമ്മൾ എന്ത് ചെയ്യുന്നു? LCM എടുക്കുന്നു. സോ 15 ഇൻറ്റു 2 ഇറ്റ് ഈസ് 30 ഡിവിഷൻ 2. ഓർ ഇറ്റ് ഈസ് 25 മൈനസ് 20 ഇറ്റ് ഈസ് 5. ഈ ഒരു 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ 2. 33 minus 30 എത്രയാ വരിക? It is 3 plus x. 5 into 2 it is 10. 10 minus 3 equal to x, or x is equal to 7. So നമുക്ക് x ന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 7 ആണ് കിട്ടി. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് 3 മാർക്കിൻ്റെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സെഷനോട് കൂടെ നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഒരുവിധം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മീനിൻ്റെ ആയാലും മീഡിയൻ്റെ ആയാലും മോഡിൻ്റെ ആയാലും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴെങ്കിലും നിങ്ങളൊരു മോഡൽ എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കിട്ടാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 2015 ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഇത് വീണ്ടും റിപ്പീറ്റേഷൻ ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോഡൽ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഫൈൻഡ് ദ അൺനോൺ എൻട്രീസ് A, B, C, D, E ആൻഡ് F ഇൻ ദ ഗിവൺ ഡാറ്റ ഓഫ് ഹൈറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അതായത് ഇവിടെ നമ്മളുടെ അടുത്ത് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ABCDEF ഈ ഒരു വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ടേബിൾ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ടേബിളിൽ ഇവിടെ ലെസ് ദാൻ ടൈപ്പ് CF ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ലെസ് ദാൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒജീവിൻ്റെ സെക്ഷൻ നമുക്ക് ഡിലീറ്റഡ് ആണ്, അപ്പോൾ അത് ഡിലീറ്റഡ് പോർഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടേക്ക് നമുക്ക് അങ്ങനെയൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്ച്വലി. ഇവിടെ CF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം നമ്മൾ മീഡിയനിൽ പഠിച്ചിട്ടില്ലേ, അതേ സെയിം രീതിയിൽ തന്നെ തന്നിട്ടുള്ളതാണ്. അതിൽ ലെസ് ദാൻ എന്നുള്ളൊരു വേർഡ് അഡീഷണലി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിളിൽ നിന്ന് ഓരോ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ടേബിളിൽ നിന്ന് CF എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നെ CFൻ്റെ ആദ്യത്തെ വാല്യൂ എഴുതുന്നു. സോ A is 12. അപ്പോൾ A എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ കിട്ടി, കണ്ടോ? ആദ്യത്തെ ആ ഒരു വാല്യൂ തന്നെ കിട്ടി. നെക്സ്റ്റ് എന്താണ്? Aൻ്റെ കൂടെ B ആഡ് ചെയ്താലാണ് നമുക്ക് 25 കിട്ടുക അല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. If we are adding B to A, you will be getting the value 25. അല്ലെ, 25 കിട്ടുന്നുണ്ടോ? A 12 ആണ്. സോ 12 plus B equal to 25 or B equal to 25 minus 12, it is 13. സോ നെക്സ്റ്റ് വാല്യൂം കിട്ടി, ദാറ്റ് ഇസ് B. നെക്സ്റ്റ് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? 25ൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് വി ആർ ആഡിങ് 25 and 10, you will be getting the value of C. So C is 25 plus 10, it is 35. കണ്ടോ എത്ര സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതും ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 25 പ്ലസ് 10 എന്താണ്? 35 ആണ്. നെക്സ്റ്റ് സിൻ്റെ കൂടെ D ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting 43. So it is 35 plus D is equal to 43, or D is equal to 43 minus 35. 43 minus 35 എത്രയാണ്? 8 ആണ് വാല്യൂ. So we will be getting the value of D as 8. അപ്പോൾ A, B, C, D കിട്ടി. നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് E അല്ലേ? അപ്പോൾ എന്താണ്? 43യുടെ കൂടെ E ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting 48. ഓക്കെ, if we are adding 43 with E, you will be getting 48, or it is E is equal to 48 minus 43, it is
5. അപ്പോൾ എന്താണ് ഇയുടെ വാല്യൂ നമുക്ക് കിട്ടി. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു 48 പ്ലസ് 2 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 50. കണ്ടോ, ഈ ഒരു 50 തന്നെയാണ് നമുക്ക് ഇവിടെയും എന്തായിട്ട് കിട്ടിയത്? ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മളുടെ ആൻസർ എന്താണ്, കറക്റ്റ് ആണെന്നുള്ളത്. സോ എ ഇസ് ഈക്വൽ ടു 12, ബി ഇസ് ഈക്വൽ ടു 13 ആൻഡ് സി ഇസ് ഈക്വൽ ടു 35, ഡി ഇസ് ഈക്വൽ ടു 8 ആൻഡ് ഇ ഇസ് ഈക്വൽ ടു 5 ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു 50. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കുമ്പോൾ നല്ല വലുതാക്കി തന്നെ വരയ്ക്കുക. ടേബിളിൽ ഒരു വാല്യൂ പോലും നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതരുത് കേട്ടോ. എല്ലാ വാല്യൂസും നിങ്ങൾ പാൻ കൊണ്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ ടേബിൾ വരയ്ക്കുമ്പോൾ പലരും ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഹൈറ്റ്, ഫ്രീക്വൻസി, ലെസ് ദാൻ ടൈപ്പ്, ഇൻ ബിറ്റ്വീൻ ഈ ഒരു ലൈൻസ് ഒന്നും ആരും വരയ്ക്കുന്നില്ല കുട്ടികൾ. അത് നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ധൃതി പിടിച്ച് എഴുതുമ്പോൾ നമ്മളത് വരച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ശീലമായിരിക്കും നമ്മൾ CBSE ബോർഡ് എക്സാമിന് പോകുമ്പോൾ. അപ്പോഴും നമ്മൾ ഇതേ പാറ്റേണിൽ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രസൻറ്റേഷന് നമുക്ക് നമ്മളുടെ പേപ്പർ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ നമുക്ക് തോന്നിപ്പിക്കണം ടീച്ചറെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുക. പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും ഒരു മാത്സ് ആൻസർ ഷീറ്റ് കാണുമ്പോൾ സൈഡിൽ ഒരു വർക്കിംഗ് കോളം മസ്റ്റ് ആണ്. അത് നിങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്തോ ആയിക്കോട്ടെ, വർക്കിംഗ് കോളം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു വെക്കാം. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ സമയത്തായിരിക്കും ചിലപ്പോൾ വർക്കിംഗ് കോളം വരയ്ക്കാൻ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഫ് പേജിൽ ഒരു വർക്കിംഗ് കോളം വരച്ചു വെക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളൊരു ഫുൾ പേജിൽ എന്ത് ചെയ്യുക, വർക്കിംഗ് കോളം. നിങ്ങൾ ആൻസർ ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ ഒരു 5 പേജ് ഒരു 6 പേജ് എന്ത് ചെയ്യുക, ഒരു വർക്കിംഗ് കോളം വരച്ചു വെക്കാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നമ്മളുടെ മാർക്ക് കൂട്ടാനായിട്ട് നോക്കുക. അതേമാതിരി തന്നെ ടേബിൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ടേബിളൊക്കെ വരച്ച് നീറ്റാക്കുക. പിന്നെ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇടൽ. ക്വസ്റ്റ്യൻ നമ്പർ ഇടാണ്ടാണ് പലരും ഇപ്പോഴും ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് അറിയില്ല ഏത് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസറാണ് ഇതെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു അറ്റൻഡ് ചെയ്തതിന് ചിലപ്പോൾ മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അപ്പം നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത സെഷൻ 4 മാർക്കിൻ്റെ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.